ഹലോ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ലീവാണ്. അപ്പോൾ ഇന്നും ചൂണ്ടിയെടുത്തിട്ട് വന്നിട്ടുണ്ട്, ചൂണ്ടിയായിട്ട് വന്നിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുളമൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു കേട്ടോ. അത് രണ്ട് കുളമല്ല, ഇത് വേറൊരു കുളം, ദൂരമുള്ളൊരു കുളമാണ്. അവിടെ അത്യാവശ്യം മീൻ കിട്ടുന്നു വേണ്ടിയിട്ട് അളിയുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വന്നാണ്, നോക്കാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ്. അത്യാവശ്യം അതിലിപ്പോൾ അത്യാവശ്യം പോട്ടമീൻ തന്നെ കൂടുതൽ, പോട്ട മുഷി ഒക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ എന്താ കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. അത്യാവശ്യം വലിപ്പം ഉണ്ടാകുന്നൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീനുകളൊക്കെ മീൻ കിട്ടുന്നുണ്ട്, വലുത് കിട്ടുന്നതൊക്കെ പറഞ്ഞു. നമ്മൾ വന്നിട്ടില്ല, നമ്മൾ ഒന്നും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം മീൻ കിട്ടുന്നു നമുക്ക് നോക്കാം. ഉടനെ കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലേ? കൊത്താൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒത്തു കിട്ടാം. അച്ഛനെ കിട്ടിയില്ലേ? അതെ, കുഴപ്പമില്ല, കുഴപ്പമില്ല, ചെറുത് തന്നെ, എന്നാലും കുഴപ്പമില്ല. ആദ്യത്തെ മീൻ കടലിൽ തന്നെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട്. വലിയില്ല അല്ലേ? വാ, ചെറുതാണ്, വലിക്കാനുള്ള ത്രാണിയില്ല അതിന്. നമ്മളെല്ലാം എടുക്കട്ടോ, രക്ഷപ്പെട്ടാലും ചാവും. നമ്മളെല്ലാം എടുക്കും നമുക്ക് കറി വെക്കാനായിട്ട്. ഇപ്പം നമ്മൾ മാത്രമല്ല കേട്ടോ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത്, കൂടെ അളിയനും ഉണ്ട് കേട്ടോ. നമ്മുടെ ഒറ്റയ്ക്കല്ലേ വന്നിരിക്കുന്നത്, അളിയനും കൂടെ വന്നിട്ടുണ്ട്. അളിയൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. അതെ, സിംഹം ഒന്നും ഒറ്റയ്ക്കല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല. അളിയനൊരു കോമ്പറ്റീഷനായി മാറുമോ കേട്ടോ? പറയാൻ പറ്റില്ല, നോക്കാം. ഒരു ഉറങ്ങുന്ന സിംഹമാണോ അവൻ? ഓ ഓ കോസ്റ്റ്ലി മിസ്. എര തന്നു അല്ലേ? എന്ത് മീനാണ് പോയി? എന്ത് മീനാണ്? മൊയ് മീൻ അല്ലേ? ആ, അടിപൊളി അല്ലേ? ചെറിയ മുഷിയാണ്. അല്ല, നൂതനമായി ചൂണ്ടയൊക്കെയാണല്ലോ അളയാ. പക്ഷെ നമ്മൾ കായലിലിടുന്ന ചൂണ്ട നമ്മുടെ കുളത്തിലൊക്കെ കായലിൽ മാത്രം മീൻ പിടിച്ചോണ്ടിരുന്ന അളയൻ കുളത്തേക്ക് വിട്ടപ്പോൾ ടച്ച് പോയി എന്നാണ് പറയണത്. ആ, ആയുധ പൂച്ചയ്ക്കാ മാമ ആയുധം. നമ്മുടെ തൊഴിലുമാണല്ലത്. അതെ, ഞാൻ പറയാം, അത് പോട്ടയാണ്. ആ കൊത്തലിൻ്റെ രീതി വെച്ചിട്ട് നോക്കുമ്പോൾ ഇതോ വാ. ഒരുപാട് ചെറിയ അതെന്താ ചാവില്ലേ? ഇല്ലല്ല, അങ്ങനെയല്ല, കൊക്കി നേരെ പറ്റല്ലോ. പോയി, അത് പോയി. അളീന് കായലിലായതുകൊണ്ട് മറ്റേ വാളിനെ മാത്രം പരിചയമുള്ളൂ. കൊടുത്തിയാ? ഓ ഓ ഓ ഉഫ്, അടിപൊളി അടിപൊളി, കലക്കി പോയിട. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അല്ലയാ, ബോബേട്ടൻ സുമ്മാവാണ്. അളയാ വിട്ടുകൊടുക്കാൻ പാടില്ല. ബോബേട്ട് ഓവർ കോൺഫിഡൻസ് ആണ്. ഒരുപാട് പറയണോ അല്ലേ? ആ, അളിയിപ്പോൾ മാസാവും. ഇപ്പോൾ മാസാവോ? ഇല്ലല്ല, മാസമായി. ബോബേട്ട മാത്രം സിംഗിൾ റോളാണ്.
അയ്യോ മിസ്സായ അല്ലേ കമോൺ ഞാനും ഒരിക്കൽ എടുക്കട്ടെ പിടിച്ചെടുക്കണത് നല്ല വെയിലാണ് ഉഫ്, വെള്ളത്തിൽ നിൽക്കുമ്പോൾ അറിയില്ല അറിയില്ല. മീൻ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ തീരെ അറിയില്ല. പക്ഷെ പെട്ടെന്ന് ടയർഡാവും. കാര്യമില്ല, മീൻ കിട്ടുമ്പോൾ നമുക്ക് ടയർഡല്ല. മീൻ കിട്ടാണ്ടിരുന്നാലേ ടയർഡാവും. ഇതാ അളിയെ മാസ് കാണിച്ചിരിക്കുകയാണ്. മാസ് ഓവേട്ടാ നാന്ദി കുറിക്കാന്ന് പറയും, തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ വലിയ മീനാണെങ്കിൽ പെട്ടെന്ന് കിട്ടുകയും ചെയ്യാം. അപ്പം തന്നെ കൊത്തിയും കൊണ്ട് വലിച്ചിട്ട് പോകുമല്ലോ. അതായത് ചൂണ്ടിയില്ലേ കിട്ടുന്ന വിധം പലതുണ്ട്. അതായത് ചെറിയ മീൻ കിട്ടുന്നവിടെ കൊണ്ട് വലിയ കെട്ടിയിട്ട് കാര്യമില്ല. ചെറുത് കിട്ടുന്ന ചെറുത് തന്നെ കെട്ടണം. ഞാൻ വലുതല്ല, അങ്ങനെ പട്ടി കിട്ടണം. അതന്നെ പറഞ്ഞു പത്തെണ്ണം കിട്ടുന്നവിടെ ഒരെണ്ണം കിട്ടുള്ളൂ വലിയ കൊക്കിൽ. നമ്മൾ പത്തെണ്ണം പിടിക്കും, അവിടെ ഒരെണ്ണം കിട്ടുള്ളൂ. അതാണ് വെറുതെ വലിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. പിന്നെ എൻ്റെ നരമ്പാണ്, ആളുടെ നൂലാണ്. മനസ്സിലായ വ്യത്യാസങ്ങളുണ്ട്, വ്യത്യാസമുണ്ട്. കെട്ടുന്നതിൻ്റെ മിടുക്കുണ്ട് കേട്ടോ. വെറുതെ തോന്നിയ പോലെ കെട്ടിയിട്ട് വന്ന് മീൻ കിട്ടണമെന്നില്ല. നമുക്ക് പത്തെണ്ണം അളിയ 40 മീൻ അല്ലേ? വേറെ കൊളത്തിക്കാണ്, ഈ കൊളത്തിക്കല്ലേ ഞാൻ കെട്ടിത്തന്നത്. രാവിലെ കൊക്കിയൊക്കെ നേരെ ആക്കുന്നുണ്ടോ? രാവിലെ വെച്ചിട്ട് എല്ലാത്തൊക്കെ എടുത്തിട്ട് കെട്ടുന്നുണ്ട്. നമ്മുടെ കൊത്തിട്ട് നല്ല കൊത്തി വലിയാണ്, അതിന്റെ കസ കൊത്തി വലിയാണ്. പക്ഷെ മീൻ മാത്രം പൊക്കണില്ല. മീന് വിട്ട് കളിയില്ല അല്ലേ? ഒരേ വലി ഇടൽ. അതിനെ മീനെത്ര പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയില്ല, അത് ഉറപ്പായി. ഇടകഴിച്ചിട്ട് പോയി മീനെടുത്തിട്ട് പോയില്ല കേട്ടാ. ഓടാൻ നിൽക്കണം പോയിട്ട്, അത് കൊത്തിയിട്ട് അങ്ങനെ ഓടാൻ നിൽക്കണം. പൊടിപ്പൊടി മീനായിരിക്കും, ഒരുപാട് ചെറുതായിരിക്കും. അതാണ് വലിച്ചിട്ട് പോകാത്ത. അത്യാവശ്യം വലുതാണെങ്കിൽ വലിച്ചിട്ട് പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല എരയും കൊണ്ടായിരിക്കും പോണത് പറഞ്ഞില്ലേ. എര കഴിഞ്ഞിട്ടായിരിക്കും പോണത്. സൈഡുകളൊക്കെ ഉണ്ടോ? ചെടിന്റെ സൈഡുകളുണ്ടോ? നിറയെ മീൻ കിട്ടും, നല്ല മീൻ കിട്ടും. മീൻ കിട്ടും പറഞ്ഞാൽ മൊയ്കളൊക്കെ ഉണ്ടല്ലേ? മൊയ്യല്ലേ? മൊയ്യ് പറഞ്ഞാൽ മുഷി. നമ്മൾ നോക്കട്ടെ, ഇവിടെ കെട്ടിയിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് നോക്കും. നമ്മളവിടെ മീനൊക്കെ ഇട്ട് നോക്കും. എന്നാലും മീനും കൊണ്ടേ പോകണം നമ്മൾ. പിന്നെ നടുക്കെത്തിയല്ലോ. കൊത്ത് നിറയെ കിട്ടുമ്പോൾ ചെറിയ മീനാണെന്ന് കരുതാല്ലേ? അത്യാവശ്യം വലുതാണെങ്കിൽ നല്ല വലുത് ചെറുതായതുകൊണ്ട് കൊത്തി 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 ഇരട വിട്ടിട്ട് പോകുന്നത് നല്ല കൊത്തായി. മുന്നിൽ വലിച്ചപ്പോൾ ദേഷ്യം വന്നു പോകണം മീൻ. അതൊക്കെ ഓക്കെ, വലിച്ചിട്ട് പോകാൻ പറയും. ചെറിയ മീനാണത്, അതാണ് അവരോട് വലിക്കാത്തത്. അവിടെ അത് കുഴപ്പമില്ല. നമ്മൾ ഇങ്ങോട്ട് വലിച്ചാൽ നമ്മൾ അങ്ങോട്ട് വലിക്കും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വലിക്കട്ടെ? തോളിക്കൊണ്ട് ഇരുന്നാണ് മാത്രം കിട്ടില്ല. അല്ല വരി വലിക്കുന്ന ഞാൻ ഒറ്റ വരി വലിക്കും, 10 വരി വലിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമില്ല കളി. അളിയനോട് വേണ്ട, നോക്കിയതാ മാസ് കാട്ടിയിട്ട് പോണു. സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട് കാക്ക. അതെ, മൊയ്യുള്ളതാണ്, കളയണ്ട. ശരി ചേട്ടാ. അതുകൊണ്ട് നമ്മൾ സ്ഥലം മാറ്റി ട്രൈ ചെയ്യാണ്. വലിയ മാറ്റമില്ല, എന്നാലും ചെറുതായിട്ട്. ബോബേട്ടൻ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബോബേട്ട അതെന്ത് 19ാമത്തെ അടവാ? ബോബേട്ട നല്ലോണം ഇറങ്ങിയല്ലോ.
അത്യാവശ്യം വെള്ളം നമ്മൾ എവിടെ നിന്നാൽ നമ്മൾ പിടിക്കും. എവിടെ കാണുന്നില്ല ആ വലിയ മീൻ അല്ലേ? ഭീകരൻ, ഭീകരമായ മീന്. വലിച്ചിട്ട് പോണ്ട. സൈലൻ്റായി കുത്തുണ്ടെങ്കിൽ അവിടെ 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 വരട്ടെ വരട്ടെ വരട്ടെ. സൈലൻ്റായി കൊത്തിയ സൈലൻ്റ് മീൻ. നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത മീൻ. കുത്തണ്ട പട്ടോ? ഓ ഓ വാവ് വാവ്. സെയിം സൈസ് അല്ലേ? പിന്നെ ഒരേ പിടുത്തം നമ്മൾ അതേ സൈസാണോ? ആയിരിക്കും. ഓ ബോട്ട് വീണ്ടും പിടിച്ചെടുത്തിരിക്കുകയാണ്. വാ നല്ല കൊത്തുണ്ട് എന്നാണ് പറയണത്. കോസ്റ്റ്ലി മിസ്. ഇര കഴിഞ്ഞു അല്ലേ? ആ അയ്യോ അയ്യോ. ബോബേട്ടൻ മീൻ വയ്ക്കാൻ പോയ സമയത്ത് നമ്മളൊന്ന് ട്രൈ ചെയ്തു, ബട്ട് അത് നമ്മൾക്ക് കിട്ടിയില്ല. കോലിൻ്റെ ഇടയിലേക്ക് മാറ്റി വിട്ടിട്ട് ഓടി. ആ ഫെൽറ്റ് ചെയ്തു കൈക്ക്, പക്ഷേ അവിടെ സ്റ്റക്ക് ചെയ്ത് നിന്നു. കിട്ടിയതാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും കിട്ടുന്നില്ലേ? രണ്ടെണ്ണം കിട്ടിയോ? നല്ല കളിയാണ് അവിടെ. നോക്കി മാട്ടിയാ അടുത്തൊരു വലിവിന് വേണ്ടി കാത്തു നിൽക്കണു. അങ്ങനെ വരട്ടെ. ഊഫ്, വേർത്ത് ഇറ്റ്. നൈസ് നൈസ്. എവിടെ? ആ മാട്ടിയാ? ഓ ഓ ഓ സെയിം സൈസ്. വെർത്ത് ഇറ്റ്, അഗെയിൻ വെർത്ത് ഇറ്റ്. അടിപൊളി അടിപൊളി. അതെ എൻ്റെ തൊട്ടേ വലിക്കുള്ളൂ. അങ്ങനെയാണ്. ഇതാ കൈമാറ്റം വിട്ടിട്ടുണ്ട്. ആളും മാറ്റപ്പെട്ടു, കൈയും മാറ്റപ്പെട്ടു. മുഷി ബോട്ടാ. വാ പ്രഡിഷൻ കിങ്. പ്രഡിഷൻ. വാ വാ വാ. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ പട്ട പോലെ തോന്നി എനിക്ക്. അതേ ടെൻഷനാവും. ഞാൻ പറഞ്ഞില്ലതാ, ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഡൗട്ട് തോന്നുന്നു ഒരവേന്ന് കണ്ടപ്പോഴേ മുഷി കാണുന്നു തോന്നുന്നു പറഞ്ഞു. മുഷി കണ്ടത് ഞാൻ രണ്ടാമത്തെ മുഷി ഉണ്ട് കേട്ടോ. ഞാൻ കൊത്ത് കണ്ടപ്പോഴേ, പക്ഷെ അതെങ്ങനെയാ പോയിട്ടാ കണ്ടുപിടിച്ചത്? വീണ്ടും അതാ നൊര വരുന്നടാ. മുഷിയാണെന്നാണോ? മുഷിയാണ് ഞാൻ പറയാം, ഉറപ്പായിട്ട് പറയും. വലിക്കുന്ന കണ്ടാ പറയും. അല്ല അങ്ങനെ കഴിഞ്ഞ തവണ അങ്ങനെ പറഞ്ഞെന്ന് പറയാം. നമുക്കറിയാം നൊര വരും. നൊരയില്ലേ ചൊടിയനും ഈ കല്ലം പോട്ട ഈ മുഷിയൊക്കെ ഇല്ലേ, ഇത് ചൊടിയും വലുതായിട്ടില്ലാവും. മുഷി ഉള്ളതാണ്, ചൊടിയനില്ല തോന്നുന്നില്ലേ? അതെന്താണ് അങ്ങനെ? ഇല്ലേ നമ്മ കൊത്തിനോട് നമ്മ ഇട്ടവിടെ ഇല്ലേ നൊര പൊന്തി പൊന്തി വരുന്നേ അല്ലേ? വലിച്ചപ്പോഴേ നൊര നന്നായി മേലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഉറപ്പിച്ചു മുഷിയാണെന്ന്. ഓക്കെ, എന്തായാലും അങ്ങനെ വരില്ല. ഒരാളും കൂടി ജോയിൻ ചെയ്തിരുന്നു, നമ്മുടെ അനിയൻ തമ്പി കിഷോർ ജോയിൻ ചെയ്തിരുന്നു കേട്ടോ. 3 നാളായില്ലേ. അതാ പോകട്ടെ. മുഷിയുള്ള കുളത്തിൽ മറ്റേ ചൊടിയും വളരില്ല എന്ന് പറയണം. ചൊടിയും വളരില്ല എന്നല്ല, അങ്ങനെയല്ല. മുഷിയുള്ള കുളത്തിൽ വളരുന്നില്ല, ഇതിൽ ചൊടിയും കമ്മിയാണ്. മുഷിയാണ് കൂടുതൽ. അതാണ് വളരില്ല എന്നൊന്നുമില്ല, കിട്ടും. പക്ഷേ ഈ കുളത്തിൽ മുഷി കൂടുതലാണ്. ചൊടിയും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. കൂടുതൽ മുഷി തന്നെ, മുഷിയുള്ള കാരണം. അല്ലാണ്ട് രണ്ടും വളരും, അല്ലാണ്ട് മുഷി വളരുന്നോടെ ചൊടിയും വളരില്ല എന്നല്ല, വളരും. പക്ഷെ ഇതിൽ ചൊടിയും കമ്മിയാണ്, മുഷിയാണ് കൂടുതൽ. പക്ഷെ ഇപ്പോൾ കൊത്തുന്നത് നമ്മുടെ പോട്ടയാണ്. നല്ല കൊത്ത്. നമ്മൾ അങ്ങോട്ടൊന്ന് വലിച്ചു നോക്കില്ല, അങ്ങോട്ട് വലിച്ചു നോക്കാം.
ഇതാ അവിടെ ബബിൾസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ഏത് മീന് വെറുപ്പിക്കുന്നില്ലല്ലോ, മീൻ കിട്ടുന്നില്ല. അത്യാവശ്യം നമുക്ക് മീനും കിട്ടിക്കൊണ്ടിരിക്കില്ലല്ലോ, അതൊന്നും വെറുക്കലില്ലല്ലോ, വെറുപ്പിക്കലേ ഇല്ല. വാ പോട്ടെ അല്ലേ, ഒരേ തരം പോട്ടകൾ കേട്ടോ, നല്ല കുഴപ്പമില്ല, പുളി വയ്ക്കാൻ പറ്റുന്ന പോട്ട. ഓപ്പോസിറ്റ് ആണോ അല്ലേ പോണ? ആ വാ, അടിപൊളി അടിപൊളി മീൻ. നമ്മൾ മാറിപ്പോയതിലേ അളിയും കുറെ മീൻ പിടിച്ചതാ, കവറിലിട്ട് വെച്ചിട്ടുണ്ട്. കുറെ പിടിച്ചാ? 4 എണ്ണം. നമുക്ക് ആദ്യം കൊടുക്കാം. ആ 4 മീൻ ചാവും. കവർ അല്ലേ? അളിയനൊരു പ്ലെയറാണ്, പണ്ടത്തെ ഒലാങ്കിയാണെന്ന്. ഇല്ല, ന്യൂജൻ പൈമാർക്ക് ഒലാങ്ക ആരാണെന്ന് അറിയില്ല. അതെ, ഷെയ്ൻ ബോണ്ട് ആരാണെന്നും അറിയില്ല. നൈസ് മാസ് ഓട്ടാ. എവിടെ വന്നാലും പിടിക്കുക, അത് വേറെ നേരെ ഇവിടെ നിൽക്കാൻ പിടിച്ചാ. പക്ഷേ എനിക്ക് ക്ഷമയില്ല. ആരാണ്? ബോബി. പക്ഷെ കെയർഫുള്ള് പോയി കഴിഞ്ഞു വെച്ചാൽ എന്ത് ഇറക്കിയിട്ടും കാര്യമില്ല. കാര്യം ചെയ്യാം, നമുക്കിതിനുള്ളിലിട്ട്. അതെ, റിസ്ക് എടുക്കാൻ വയ്യ. റിസ്ക് സാപ്പിടുന്ന മാതിരി അറിയില്ല. നോക്ക്, വലിയ മീൻ പിടിച്ചു. ആളെയും കോമ്പറ്റീഷനേ അല്ല, ബോബേട്ടൻ പിടിച്ചതിനേക്കാളും വലിയ മീൻ അത്. അതെ, KGF 3 അല്ലേ? അല്ല, ആളെയും കടത്തി വെട്ടി. ഓ, എന്റെ കാലിൽ തട്ടിയല്ലോ. ഉത്തരമുട്ടും കൊഞ്ഞനം നമുക്ക് മീൻ കിട്ടിയില്ല അറിയില്ലേ, മീൻ തന്നെ അറിയില്ലേ, മുതലില്ലാതെ. മുതലുണ്ടെങ്കിൽ കിട്ടണ്ടേ? നമ്മ മീൻ വലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറെ നേരെ പ്ലാൻ 2 ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 20 തവണയെ പറഞ്ഞുകൊണ്ടിരിക്കണം പ്ലാൻ 2. മൊയ് പിടിക്കുന്നതാണ് ആളെയും പറയണേ. ആശ ദോശയാവും. അതാ അല്ലേ, എക്സ്പ്രഷൻ നോക്കി ആളിന്റെ. അതോ ചെറിയ ചെറിയ മുഷിയില്ലേ? അതെ, ഞാനിത് കൊത്തുള്ളൂ ഞാൻ പിടിക്കുള്ളൂ. അതെ, നല്ല കൊത്തൂട്ടാ. പൊള്ളം വരുന്നുണ്ടോ? വന്നു, പോയി വെള്ളം പോയി. ആ, അറിയാൻ പറ്റില്ലല്ലോ. അതെ, അറിയാൻ പറ്റില്ല. ഞാൻ പിടിച്ചതാ. പറയാൻ പറ്റും നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പറഞ്ഞു കൊടുക്കാനാണ് ഇത് മാത്രം. ടെക്നിക്ക് വല്ലതുണ്ടോ? ചൂണ്ടിയും സ്റ്റിക്ക് നോക്കില്ല. സ്റ്റിക്കിനനുസരിച്ച് ഞാൻ മീൻ പിടിക്കുള്ളൂ. സ്റ്റിക്കിനനുസരിച്ച് ആ മീൻ കോർത്തിട്ടാണ് ഈ സ്റ്റിക്കിൽ ഇടുന്നതാണ് അതിന്റെ ഉദ്ദേശം. ശരി, അന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. ഇനി അതൊക്കെ പേടിക്കൊന്നും വേണ്ട. അമ്മ ചൂണ്ടി ഇത്ര ഉള്ളു. അവിടെ എന്താ ആനയുണ്ട് കണ്ട് വന്നതാണ് ഇവിടെ പിടിക്കാൻ. എന്താ മനുഷ്യ നിന്നിട്ട് ഫോട്ടോ പിടിച്ചു. ശരി, 4 പിടിച്ചത് കണ്ടില്ലേ? നമ്മൾ എടുത്തിരുന്നു കണ്ടു. 4 പിടിച്ചുട്ടാ. ആളീനങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ആരും പിടിക്കാത്ത മീനെ ചൊടിയും പിടിക്കും. നിങ്ങൾ പ്രൊഫഷണൽ മീൻ പിടുത്തക്കാരാണ്. ഞാനേ
നമുക്ക് സെറ്റാകുമോ തലയിൽ കൈ വെച്ച് നിൽക്കുന്നു കുറേ നേരം വെച്ച് പക്ഷെ ചൊടിയൻ തരല് വെച്ച് ഒരുത്തൻ തലയിൽ കൈ വെക്കാൻ വിലപ്പോ വന്ന് കിട്ടണം വേണ്ടതാ. ഒരു മിനിറ്റ് രണ്ടാൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ. രണ്ടാളിൻ്റെ ഇടയിൽ ഞാനില്ല അതാ കുറേ നേരം ഇട്ട് നിൽക്കണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല കേട്ടോ, ഞാൻ പിടിച്ചിട്ട് നീ പിടിച്ചുകൂടാ. നോക്കാം പാക്കലാം. വാശി നാശത്തിലാണ് മുടിയുള്ളൂ. കിണുങ്ങല്ലേ കൊണ്ട് ഫെവിക്വിക്ക് പൊട്ടിയിട്ട് വെക്കണം. കിണുങ്ങ മീന അങ്ങോട്ട് ചൂണ്ടി പിടിച്ചിട്ട് എടുപ്പ്. എൻ്റെ കൊത്തില്ല കേട്ടോ, ചൂണ്ടി അത്ര വെയിറ്റ് ആണെന്ന്. എൻ്റെ കൊത്തില്ല. എൻ്റെ എറിഞ്ഞിട്ട് അവിടെ എൻ്റെ കൊത്തില്ല. അത് മിസ് അങ്ങനെ തന്നെ വീണ്ടും ഡയറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. മിസ്സായി ഞാൻ തിരിച്ചു പിടിക്കാം അല്ലേ? എന്താ കൊത്തുന്നില്ലേ? ഞാൻ ഇട്ടുള്ളൂ പിടിച്ച് വലിച്ചിട്ട് പോയി. അറിയില്ല നമ്മളുടെ കയ്യിൽ ചില്ലറയൊന്നും മാറ്റാറില്ല. ചില്ലറയല്ല പാരല്. വലിയ മീനായിരിക്കോ? ഇതാ പൊള്ളം കൊത്തിയതാ കഴിച്ചു. അവളെയും കൊത്തുണ്ട് എന്റെയും കൊത്തുണ്ട് കേട്ടോ. ഇതാണ് ക്ഷമ ക്ഷമ. അങ്ങനെയൊന്നും പോയില്ല. അല്ല അളിയൻ അപ്പളേ വലിച്ചിട്ടുണ്ടാവും അതൊക്കെ. പക്ഷെ ചെറുതാണോ അല്ലേ? ഓടാ ഏകദേശം പട്ടു പട്ടു. യെസ്, മാസ് കാണിക്കാൻ അവിടെ ബോബേട്ടൻ മതി അല്ലേ? മീനായി നമുക്ക്. അതെ, അളിയും ചൊടിയും പിടിക്കും, മുഷി പിടിക്കും. തിരമാല പോയി കാറ്റ് കമ്മി കേട്ടോ. അത് നല്ല രസമാണ് ഇപ്പൊ കാണാൻ. കറക്റ്റായിരിക്കും കൊത്തുന്നതും വലിക്കുന്നതും കാണാം. ഇനി ഇതിന് റിപ്പയർ ചെയ്ത് കെട്ടി സൂപ്പറാക്കണം. അടുത്ത് രണ്ടാം വർഷം വരുമ്പോൾ ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ ചൂണ്ടിനെ പെർഫെക്റ്റ് ആക്കിയിട്ട് എന്നെയും കാട്ടി മീൻ പിടിക്കുന്ന അറിയും പറയുന്നത്. നോക്കാട്ടാ, തീറ്റ കൊടുക്കുക മീനിന്. മീനിന് ഞാൻ ഭക്ഷണം കൊടുക്കുക. ഉച്ചയായി, രാവിലെ മുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും അവിടെ ഇവിടെ കളിക്കാൻ പോയിട്ടാ നോക്കാം. അത് കഴിക്കാപ്പാ പറ്റുള്ളൂ. അല്ല, മീനിന് 10 ദിവസത്തെ തീറ്റ കൊടുത്ത് നിൽക്കണം ഞാൻ രാവിലെ മുതലേ. അവർക്ക് അങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ. നോക്കടാ ഞാൻ എന്താ ചെയ്ത് കളിയും പിടിക്കുന്ന പറയുന്നത് വലിച്ചിട്ട് പൂണ്ടപ്പോ നോക്കട്ടാ. പട്ട പട്ട് തന്നെ പട്ട 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 സാധനം ഒരു വലുത് പിടിക്കുമ്പോൾ ആള് വേറെ ലെവലിൽ പറയാനുണ്ടായില്ല. അതെ, നമ്മള് ചൂണ്ടി മടക്കി വെക്കേണ്ടി വരും. എടേ ഇര മാത്രം അല്ലേ? അത്രയ്ക്ക് ദേഷ്യം വേണ്ട, ബോബേട്ടൻ പിടിക്കട്ടെ. ചൂണ്ടി ഒന്ന് മാറ്റി ട്രൈ ചെയ്താലോ? നമ്മുടെ പ്രൊഫഷണൽ സാധനം നമ്മുടെ സ്വന്തമല്ലേ, അതുകൊണ്ട് ചൂണ്ടി ചിലവർ തൂക്കിട്ട് പോകാൻ മടിക്കുന്നു. രാമൻകുട്ടിയൊക്കെ ചുറ്റും മടക്കിയിട്ട് കൊണ്ടുപോകും. ഇതാകുമ്പോൾ വെയിറ്റ് കൊണ്ടുവരല്ലോ. അതിലൊരു വെയിറ്റ് ഉണ്ടല്ലോ കൊണ്ട് വിചാരിച്ചോ, ആ വെയിറ്റ് മാത്രമേ ഉള്ളൂ. മീനൊന്നും കിട്ടില്ല. സെറ്റപ്പ് സെറ്റപ്പ് ചൂണ്ടത് പോട്ടെ. ഭയങ്കര ഡ്രൈ ആണല്ലോ. എന്താ വിഷയം? ഞാൻ മൈൻഡിൽ നിങ്ങൾ ഓടാൻ നിൽക്കണോ? അവിടേക്ക് ഓടാൻ നിൽക്കണോ? അങ്ങനെ പാവങ്ങളെ ജീവിച്ചു പോണ്ട്. ഫിനിഷ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? കൊണ്ടുവന്ന നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം പോയി മീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല നിറയെ മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാത്ത കൂടുതൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇരയും കഴിഞ്ഞു. നമ്മുടെ ഇരയും അവസാനിച്ചു. അത്യാവശ്യം നല്ല വെയിലുമായിട്ടുണ്ട്. വെയിൽ കൊണ്ട് ഒരു വിധം ആയിട്ടുണ്ട്. മുഖമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. മുഖമൊക്കെ ഒരു ഇതായിരുന്നു. നല്ല വിശക്കാനും തുടങ്ങിയിട്ടുണ്ട് അവസാനം. അതാണ് മെയിൻ. ഞാൻ അതാ പ്രതീക്ഷിക്കുന്നത്. വിശക്കാനും തുടങ്ങി. അപ്പോൾ നമുക്ക് എത്രത്തോളം മീൻ കിട്ടിയിട്ട് നമുക്ക് മേലെ പോയി നോക്കാം. ഇവിടെ നിന്ന് എന്തായാലും കാണിക്കാൻ പറ്റില്ല. മേലെ പോയിട്ട് കാണിച്ചു തരാം എത്രത്തോളം മീൻ കിട്ടിയിട്ടുണ്ട്.
നിറയെ മീൻ കിട്ടിയിട്ടുണ്ട്. അതെ, നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം നമുക്ക് മീൻ കിട്ടിയിട്ട് നമുക്ക് നോക്കട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയില്ലേ? കിട്ടിയില്ല, കുഴപ്പമില്ല, എല്ലാം അത്യാവശ്യം നിറയെ കിട്ടിയിട്ടുണ്ടല്ലോ. മോശി പറക്കണം. അടിപൊളി. ഇത് 2 മൊയ് മിസ്സാണ്, ചെറിയ മൊയ്. ഇതാ ആ അതെ, നമ്മൾ പിടിച്ച 2 മൊയ് ഉണ്ട്. വീഡിയോയിൽ നമുക്ക് നോക്കി അറിയായിരുന്നു, കാണാനില്ല. 3 നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ല. ഈ സാധനം ചെറിയ സെഞ്ചിയാണ്, സെഞ്ചി ചെറുതല്ലേ. നമ്മൾ വെറുതെ ഒരു ചുമ്മാ അങ്ങനെ വലിച്ചുകൊണ്ട് കെട്ടി വെച്ചല്ലേ വെള്ളത്തില്. വേണ്ട, അത് കെട്ടാനുള്ള സ്ഥലമില്ല, സമയം ഇതില്ല. അത് കാരണം നമ്മൾ കെട്ടി വെച്ചില്ല. നമ്മൾ വിചാരിച്ചില്ല പുകുന്ന്. അത് വലുതായത് കൊണ്ട് ഇത് പോകാണ്ടിരുന്നാന്ന് തോന്നുന്നു എനിക്ക്. അത്യാവശ്യം എന്നാലും കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, നമുക്ക് നിരാശയില്ല. പക്ഷെ മുഷിയായതുകൊണ്ട് അതെ അതെ, അത് ടാങ്കി കൊണ്ടിട്ട് വളർത്താലേ വേണ്ട, ടാങ്കി കൊണ്ടിട്ടാലേ വേണ്ട എടുത്താണ്. കുഴപ്പമില്ല, നമുക്ക് ഫോട്ടോ അത്യാവശ്യം നിറയെ കിട്ടിയിട്ട് അതിന് സങ്കടമില്ല. നമുക്ക് ഇന്നലെ നാളെ നമ്മൾ പിടിക്കും, അതിനൊന്നും കാര്യമില്ല. നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ഫോട്ടോകൾ. പക്ഷെ ഒന്നും ചത്തിട്ടേ ഇല്ലതാ, വെള്ളത്തിലിട്ട് വെച്ച് ചത്തിട്ടില്ല. ഇനി പോട്ടയും പോയിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടാ. അതെ, നമ്മൾ കുറച്ച് പിടിച്ചാണ് നിറയെ പിടിച്ചാണ്. അതും പോയിട്ടുണ്ട്, അറിയില്ല. 2 മുഷി എന്തായാലും പോയിട്ടുണ്ട്. വീഡിയോ നോക്കി അറിയാം എന്താല്ലേ മീൻ. അടിപൊളിയുടെ പറയാനില്ല. വാ ശോ, രസമുണ്ട്. വാ എന്താല്ലേ, അടിപൊളി അടിപൊളി.